ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊക്കാലം പ്രകാശത്തിലേക്കാണ്. എന്താ വെച്ചാൽ നമ്മുടെ കുഞ്ഞിന് ഫീവറാണ്, പിന്നെ അതുമാത്രമല്ല അവന് ജലദോഷമുണ്ട്, പിന്നെ ചുമ പോലെ എന്തൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ വന്നത് ഒരു 11:30-ആയി. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ ഞങ്ങളൊക്കെ കൊണ്ടുപോവാണ്. പിന്നെ അടുത്തത് ഞങ്ങളാണ്. അപ്പം അടുത്തത് ഇപ്പോൾ ഞങ്ങളുടെ നമ്പറാണ്. അപ്പോൾ ഡോക്ടറെ കാണിച്ച് ബാക്കി വിശേഷങ്ങൾ ആൾക്കാരെ അവളെ നമ്പർ വിളിച്ചത് കാരണം ഇപ്പോൾ പോകേണ്ടി വന്നു. അപ്പം ടോക്കണായി. കുറേ നേരം വെയിറ്റ് ചെയ്യണം ഞങ്ങൾ. അപ്പോൾ 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. തീരെ പറ്റിയ അപ്പോൾ അവനെന്താണെന്നറിയില്ല, ചുമയാണ് തോന്നണം. അപ്പോൾ ചുമയില്ലേ, അമ്മക്ക് വീഡിയോയിൽ വരാൻ നാളെ അമ്മ ഓടി. അപ്പോൾ ചുമയൊന്നും അറിയില്ല നന്നായി. എന്താണെന്നറിയില്ല, പനിയുണ്ട്, പിന്നെ ജലദോഷമുണ്ട്, പിന്നെ ചുമ പോലെ എന്തോ ഒരു ശബ്ദം ഉണ്ടാക്കുക. അപ്പം അതൊന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ തിരക്കുണ്ടായിരുന്നു. അപ്പം തിരക്ക് കുറഞ്ഞത്. ഒരുപാട് മൃഗങ്ങളുണ്ട് ഇവിടെ. കുറേ അസുഖങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു പനിയാന്ന്. കൊക്കാലാണ് നമ്മൾ ഈ പറയുന്ന ആശുപത്രി, നമ്മുടെ തൃശ്ശൂരുള്ള മൃഗാശുപത്രി. നമ്മൾ ആദ്യം വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഉണ്ടാവും OP രജിസ്ട്രേഷൻ ഉണ്ട്. അവിടെ വന്ന് നമ്മൾ നമ്മുടെ ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ പണം അടയ്ക്കണം. നമ്മൾ പൈസ അടയ്ക്കണം. അതൊരു 50 രൂപയോളം നമ്മൾ പൈസ വരും. അപ്പോൾ അത് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്കൊരു ടോക്കൺ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണിക്കാനുള്ള കണ്ട ഇവിടെ ക്യൂ ഉണ്ട്. അതായത് നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റിംഗ് ആണ്. ക്യൂവിൽ നിന്ന് നമ്മൾ കാണിക്കണം. ഇവിടെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഗൈനക്കോളജി ഉണ്ട്, അതുപോലെ എല്ല് വിഭാഗം, എക്സ്റേ. നമുക്ക് ഇപ്പം നമ്മളൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ നമ്മൾ സാധാരണ ആൾക്കാരെ കാണിക്കണം. അതുപോലെ തന്നെയാണ് ഈ മൃഗാശുപത്രിയിലും ഫെസിലിറ്റി. കുറേ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ ഇവരെ നോക്കാനായിട്ട് ഡോക്ടർമാരുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ വലിയ വലിയ ഹോസ്പിറ്റലുകൾ മാത്രമാണ് ഇങ്ങനത്തെ ഗൈനക്കോളജി വിഭാഗമൊക്കെ കണ്ടിരുന്നത്. പക്ഷേ ഇതൊരു മൃഗാശുപത്രിയാണ്. ഈ മൃഗാശുപത്രിയിൽ ഗൈനക്കോളജി യൂണിറ്റ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ഭുതമായി. ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മൃഗങ്ങൾക്കുള്ള ഗൈനക്കോളജി, അങ്ങനെ പല എല്ല് വിഭാഗം, അങ്ങനെ പലതരം ഉണ്ടെന്ന് തന്നെ എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഡയഗ്നോസ്റ്റിക് ഇമേജ് ബ്ലോക്ക്. ഇത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഡെലിവറി ആയിട്ടുള്ള അനിമൽസിന് കുട്ടികൾ എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട് പറ്റും. അതിൽ സ്കാനിങ്ങിലൂടെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ആടുകളുടെ സെക്ഷനാണ്. അപ്പോൾ കുറേ പലതരം ആടുകളുണ്ട്. ജമുനാപ്പിയാരി, അങ്ങനെ കുറേ തരം. ഇപ്പോൾ ഈ ഒരു ആടിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കണ കുട്ടികൾക്ക് എന്തോ തീരെ വയ്യാത്തൊരു ഇതിലാണ് കണ്ടില്ലേ. അവിടെ ഒരു ആടിന് ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരിക്കണം.
അപ്പോൾ ഞങ്ങൾ ഡോക്ടറെയൊക്കെ കാണിച്ചു. അപ്പോൾ എൻ്റെ ബ്ലഡ് എടുത്തു, പിന്നെ എന്നിട്ട് കുറേ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ അപ്പോൾ ലാബിലെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്കാണ്. അപ്പോൾ അരമണിക്കൂർ പിടിക്കും റിസൾട്ട് വരാൻ. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ. റിസൾട്ട് എന്താ പറയാമെന്ന് അറിയില്ലല്ലോ നമുക്ക്. അങ്ങനെ റിസൾട്ട് കിട്ടിയതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കുഞ്ഞിൻ്റെ തൊണ്ടയിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 3 തരം ഇഞ്ചക്ഷനും ഒരു ഗ്ലൂക്കോസൊക്കെ കയറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞോടുകൂടി അവന് ഭയങ്കര ക്ഷീണമായി. പിന്നെ നമുക്ക് വീട്ടിലേക്ക് മരുന്നുകളൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ മരുന്ന് കൊടുത്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ ഇനി വരും. ബായ്.